എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ജോഷുവയുടെ പുസ്തകത്തിൽ നിന്നാണ് സംസാരിച്ച് തുടങ്ങേണ്ടത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു ഗൈഡൻസ് തന്നത് പ്രകാരം മറ്റൊരു സബ്ജക്റ്റിനെ കുറിച്ചൊന്ന് വളരെ വേഗത്തിലൊന്ന് സംസാരിച്ച് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് സബ്ജക്റ്റാണ്. ഒരു മരണശക്തിയെ തകർക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു ആലോചനയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ച് പോകുവാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. നാളെ തൊട്ട് നമ്മൾക്ക് ജോഷുവയുടെ പുസ്തകത്തിലോട്ട് കിടക്കാം, ദൈവം അനുവദിച്ചാൽ. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ ഇതിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ, അതായത് നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു കാര്യം കാണുവാനായിട്ട് കഴിയും, അല്ലേ? അവിടെ എന്താണ്? ദൈവം ആദത്തിനെയും ഹവ്വായെയും സൃഷ്ടിച്ചിട്ട് അവരെ എവിടെയാക്കി? ഏദേൻ തോട്ടത്തിലാക്കി, അല്ലേ? ദൈവത്തിൻ്റെ തോട്ടത്തിലാക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അതിൻ്റെ നടുക്ക് നിൽക്കുന്ന, തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത്, ബാക്കിയെല്ലാം കഴിച്ചോളാൻ പറഞ്ഞു. അത് കഴിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവരതനുസരിച്ച് മുൻപോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു ദിവസം ഈ പിശാജ് എന്ന് പറയുന്ന പാമ്പ്, അല്ലേ? ഈ പാമ്പ് എന്ത് ചെയ്തു? സർപ്പം, അതായത് പിശാച് സർപ്പത്തിൻ്റെ രൂപത്തിൽ എങ്ങോട്ട് വന്നു? ഈ സ്ത്രീയുടെ അടുത്തോട്ട് വന്നു. എന്നിട്ട് ഈ സ്ത്രീയുടെ അടുത്ത്, അതായത് ഹവ്വായുടെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് ഏതെങ്കിലും ഒരു ഫലം കഴിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹവ്വ പറഞ്ഞു, നിഷ്കളങ്കയായിട്ടൊക്കെ പറഞ്ഞു, ഓക്കെ, നടുക്ക് നിൽക്കുന്നത് വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് ഞങ്ങളോട് പറഞ്ഞു, അത് കഴിക്കുന്ന നാളിൽ ഞങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിശാചായ പാമ്പ് എന്താ ചെയ്തേ? പാമ്പ് പറഞ്ഞു, അല്ലല്ല, അത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെപ്പോലെയാകും? നിങ്ങൾ ദൈവത്തെ പോലെയാകും, നിങ്ങളുടെ കണ്ണ് തുറക്കും, പിന്നെ നിങ്ങൾ മരിക്കത്തേ ഇല്ലെന്നങ്ങ് പറഞ്ഞു. എന്ന് വെച്ചാൽ ദൈവം പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ദൈവം പറഞ്ഞു അത് കഴിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു, പിശാച് പറഞ്ഞു നിങ്ങൾ മരിക്കത്തേ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഹവ്വ അമ്മച്ചി എന്ത് ചെയ്തു? അമ്മച്ചി വേഗം അത് പറിച്ചങ്ങ് തിന്നു. എന്നിട്ട് തിന്നത് മാത്രമാണോ, വേറെ എങ്ങോട്ട് കൊടുത്തു? അത് നമ്മുടെ ഹവ്വായ്ക്കും ആദത്തിനും കൂടെ, ഹസ്ബൻഡിനും കൂടെ അങ്ങ് കൊടുത്തു, അല്ലേ? ഹസ്ബൻഡ് എന്ത് ചെയ്തു? ഹസ്ബൻഡും കൂടെ അതങ്ങ് കഴിച്ചു. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞ് ഇവർക്ക് എന്താണ്? അപ്പോൾ ഇവരുടെ കണ്ണ് തുറന്നു, അല്ലേ? കണ്ണ് തുറന്നു കഴിഞ്ഞിട്ട് എന്താണ്? ഇവർക്ക് മനസ്സിലായി ഞങ്ങൾ നഗ്നരാണെന്ന് മനസ്സിലായി. എന്നിട്ട് ഇവർ വേഗം എന്താണ്? ഇലയൊക്കെ പറിച്ചെടുത്ത് അവർ വസ്ത്രം ഉണ്ടാക്കി. അന്നേരമാണ് ദൈവം പതിവ് പോലെ നടക്കാൻ വന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു, അല്ലേ? അവരോട് നമ്മൾക്കറിയാം അത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അന്നേരമാണ് ദൈവം അവരോട് ചോദിക്കുന്നത്, എന്താണ്? ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ ഫലം നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിച്ചു. അന്നേരമാണ് ഇവർ പറഞ്ഞു, അന്നേരം അവിടെ നോക്കണമേ, ഈ ആദം പറഞ്ഞു, നീ എനിക്ക് കൂട്ടിന് തന്നില്ലേ, ഒരു സ്ത്രീയെ തന്നില്ലേ, ഈ പുള്ളിക്കാരത്തി എന്നെ ചതിച്ചത്, ഈ പുള്ളിക്കാരത്തി എന്നോട് ഇത് കഴിച്ചോളാൻ പറഞ്ഞു, അപ്പം ഞാനും അതങ്ങ് കഴിച്ചെന്ന് പറഞ്ഞു. അവിടെ എന്താ ആദ്യം സംഭവിച്ചെന്നറിയുമ്പോൾ കുടുംബകലഹം സ്റ്റാർട്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഈ പാമ്പിൻ്റെ രൂപത്തിൽ വന്ന പിശാച് ആദ്യം എന്താ ചെയ്തത്? അവരെ പാപത്തിലേക്ക് വീഴ്ത്തിയെന്ന് മാത്രമല്ല, ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു, അല്ലേ? ആദ്യം എന്താണ്? പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അവരെ അകറ്റി. ദൈവത്തിൽ നിന്ന് അകറ്റി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ കുടുംബകലഹം സ്റ്റാർട്ട് ചെയ്തു. ഓർക്കണമേ, കുടുംബകലഹം സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഇവർ പരസ്പരം പഴി ചാരി എല്ലാമായി. അപ്പം ഹവ്വ പറഞ്ഞു, എന്നെ പാമ്പാ ചതിച്ചതെന്ന് പറഞ്ഞു. ആദം പറഞ്ഞു, എന്നെ ഹവ്വയെ ചതിച്ചതെന്ന് പറഞ്ഞു. അവിടെ കുടുംബകലഹം എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി ദൈവം എന്താ ചെയ്തത്? ദൈവം അവരോട് പറഞ്ഞു, ദൈവം അവരെ ശപിച്ചു, അല്ലേ? ശപിച്ചത് എന്തിനാ? അവർ ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്തു. ദൈവം എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ച്? ദൈവത്തോടു കൂടിയുള്ളൊരു കവനൻ്റ്, അല്ലേ? നിത്യമായൊരു കവനൻ്റ്, ഒരു നിത്യമായ ദൈവവും മനുഷ്യനുമായിട്ടുള്ളൊരു ബന്ധത്തിന് വേണ്ടിയിട്ടാണ് ഇവരെ സൃഷ്ടിച്ചത്. പക്ഷേ ഇവരെന്ത് ചെയ്തു? ആദ്യം തന്നെ അനുസരണക്കേട് അങ്ങോട്ട് കാണിച്ചു. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്നറിയാമോ? ഈ പിശാച് എന്താ പറഞ്ഞ? നിങ്ങൾ ആരെ പോലെ ആകുമെന്നാ പറഞ്ഞു? നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. അതിലാ പിടിച്ചത്. കാരണം ഇവൻ വീണത് എവിടെയാണ്? ഈ പിശാച് വീണത് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ സിംഹാസനം വയ്ക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവനെ തള്ളി താഴെ ഇട്ടത്. അതേ കാര്യത്തിൽ ഇവൻ ആരെ വീഴിച്ചു? മനുഷ്യനെ വീഴിച്ചു, അല്ലേ? സ്ത്രീയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പഴം പറിച്ച് തിന്നത് മാത്രമാണോ? ഇവരുടെ ചിന്ത എങ്ങോട്ട് പോയി? ഇവരെ സൃഷ്ടിച്ച ദൈവത്തെ പോലെ ആകുവാനായിട്ട് ഇവർക്കൊരാഗ്രഹം അങ്ങ് വന്നു. അതിൻ്റെ പേരില്ല അമ്മച്ചി പോയിട്ട് എന്ത് ചെയ്തത്? ആ പഴം പറിച്ചങ്ങ് തിന്നത്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്കിതിപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ഇതിൻ്റെ ഒരു അർത്ഥം അങ്ങ് വ്യാഖ്യാനിച്ച് തന്നതാണ്. ഇത് പറയാൻ ഉദ്ദേശിച്ചില്ല. എനിക്ക് നേരത്തെ ഇത് ഞാൻ ധ്യാനിക്കുമ്പോൾ വരെ എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എനിക്കത് കിട്ടിയത്. കാരണം എന്താണ്? ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞപ്പോൾ ആ പഴം പറിച്ചങ്ങ് തിന്നു, അല്ലേ? തിന്നു എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സൃഷ്ടിച്ച ദൈവത്തെ പോലെ ആകണം. പിശാചിനെ വീഴ്ത്തി കളഞ്ഞത് എവിടെയാണ്? അവിടെയാണ്. അവൻ എവിടെ കയറി ഇരിക്കണമായിരുന്നു? അത്യുന്നതൻ്റെ സിംഹാസനത്തിൻ്റെ മീതെ
എൻ്റെ സിംഹാസനം വയ്ക്കണമെന്ന് അവൻ വിചാരിച്ചപ്പോൾ ദൈവം അവനെ തട്ടി താഴെയിട്ടു. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ദൈവത്തെ പോലെ ആകാനുള്ള ആ ഒരു സ്ത്രീയുടെ ആഗ്രഹത്തെയാണ് ദൈവം അവിടെ അഡ്രസ്സ് ചെയ്തത്. അതുകൊണ്ടാണ് ദൈവം അവരെ ശപിച്ചത്. അല്ലെങ്കിൽ ദൈവത്തിന് ക്ഷമിക്കാമായിരുന്നു അല്ലേ? പക്ഷേ ഇവരുടെ ചിന്ത എങ്ങോട്ടാ പോയത്? സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുകളിൽ കയറിയിരിക്കണം, അല്ലെങ്കിൽ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സ്ഥാനത്ത് കയറിയിരിക്കണം എന്നുള്ള ചിന്ത ആർക്ക് വന്നു? ഈ സ്ത്രീയിൽ വന്നു. അപ്പോഴാണ് ദൈവം അവിടെ ശപിച്ചത് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, അയ്യോ ഒരു പഴം പറിച്ച് തിന്നപ്പോഴത്തേക്കും ദൈവം ഇത്രയും വലിയൊരു ശാപം അങ്ങ് കൊടുത്തോ? അല്ല കേട്ടോ. എന്തിനാ കൊടുത്തത്? ദൈവത്തെ പോലെ ആകാൻ, എന്ന് വെച്ചാൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തെ പോലെ ആകണമെന്നുള്ളൊരു ആഗ്രഹം അങ്ങോട്ട് മനസ്സിലോട്ട് വന്നു. എന്നിട്ട് ശപിച്ചു അല്ലേ? ശപിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾക്കറിയാം, സ്ത്രീയോട് പറഞ്ഞു നീ വേദനയോടുകൂടെ എന്താ പറയുക കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. പുരുഷനോട് പറഞ്ഞു, ആദത്തിനോട് പറഞ്ഞു നീ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ എന്താ പറയുക നീ ആഹാരം ഭക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞു അല്ലേ? അതൊക്കെ നമ്മൾക്കറിയാം. പക്ഷേ ഈ സർപ്പത്തിനോട് പറഞ്ഞു, പാമ്പിനോട് എന്നാ പറഞ്ഞു? സ്ത്രീയുടെ സന്തതിക്കും നിനക്കും തമ്മിൽ ഞാൻ ശത്രുത്വമുണ്ടാക്കും എന്ന് വെച്ചാൽ നമ്മൾ അതിനെ ചിന്തിക്കാൻ പോകുന്നത് പുതിയ നിയമത്തിലോട്ട് വരണം. സ്ത്രീയുടെ സന്തതിക്കും നിനക്കും തമ്മിൽ ഞാൻ എന്ത് ചെയ്യും? നിന്റെ സന്തതിക്കും തമ്മിൽ ഞാൻ എന്ത് ചെയ്യും? ശത്രുത്വം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ശത്രുത്വം ഉണ്ടായി അല്ലേ? എന്നിട്ട് ദൈവം എന്താ അവിടെ പറഞ്ഞത്? സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, നീ എന്ത് ചെയ്യും? അവൻ്റെ കുതികാല തകർക്കുമെന്ന് പറഞ്ഞു അല്ലേ? അതാണ് പാമ്പിന് കൊടുത്ത ശിക്ഷ എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് പുതിയ നിയമത്തിലോട്ട് വരാം. പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം അല്ലേ? യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ എന്താ ചെയ്തത്? യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ നമ്മൾക്കറിയാം, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. അതെങ്ങനെയാണ് നീക്കിയത്? ഈ പിശാച് എന്താ ചെയ്തത്? പിശാച് ആദത്തിൻ്റെ ഹവ്വായുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തെ പോലെ ആകും, നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾക്ക് മരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു? ഈ പഴം കഴിപ്പിച്ചു അല്ലേ? അപ്പോൾ ദൈവം ആദ്യം ഇവരെ സൃഷ്ടിച്ചപ്പോൾ, അതായത് ആദത്തിനെ ഹവ്വാനെ സൃഷ്ടിച്ചപ്പോൾ അവിടെ അവർക്ക് മരണമുണ്ടായിരുന്നോ? ഇല്ല. അവരെ നിത്യതയ്ക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അവർ ദൈവത്തോട് കൂടെ സദാകാലം ഇരിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. പക്ഷേ ഇവരോട് ദൈവം പറഞ്ഞു, ഇത് കഴിക്കുന്ന നാളിൽ നിങ്ങൾ എന്ത് ചെയ്യും? മരിക്കും. അവിടെ എന്ത് വ്യാപരിച്ചു? മരണം വ്യാപരിച്ചു. ഈ മരണം ആരാ കൊണ്ടുവന്നേ? ഈ പിശാചാ കൊണ്ടുവന്നത്. അതായത് ഈ പാമ്പാ കൊണ്ടുവന്നത്. അവരെ മരണത്തിലേക്ക് തള്ളിയിടത്തക്കവണ്ണം, എന്ന് വെച്ചാൽ നിത്യജീവനിൽ നിന്നും അവർക്കൊരു മരണം ഉണ്ടാകത്തക്കവണ്ണം അവർ മരണത്തിലേക്ക്, പാപം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മരിക്കും. എന്ന് വെച്ചാൽ നിത്യജീവൻ നമ്മൾക്ക് ലഭിക്കത്തില്ല. ആ ഒരു മരണം ആര് കൊണ്ടുവന്നു? പിശാച് കൊണ്ടുവന്നു. ഇനി നമ്മൾ കാൽവരിയിലെ പുതിയ നിയമത്തിലോട്ട് വന്നേ. ഈ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ ആര് തകർത്തു? ദൈവം അവനെ ആ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ അതിനെ നീക്കി. അധികാരിയായ പിശാചിനെ മാറ്റിക്കളഞ്ഞു. എന്നിട്ട് ഈ മരണത്തിൻ്റെ അധികാരം ആര് പിടിച്ചു മേടിച്ചു? യേശുക്രിസ്തു പിടിച്ചു മേടിച്ചു. അതുവരെ അധികാരം ആരുടെ കയ്യിലാണ്? പിശാചിൻ്റെ കയ്യിലാണ്. എങ്ങനെയാണ് അധികാരം ഇരുന്നത്? മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിയിട്ട് അല്ലേ? പഴയ നിയമത്തിൽ അങ്ങനെ അവർ പാപം ചെയ്യുമ്പോൾ അവർക്ക് എന്താണ്? നിത്യജീവൻ നഷ്ടമാകും. അവർ മരണത്തിലോട്ട് പോകും അല്ലേ? ദൈവവുമായിട്ട് അകലും. അവർ മരണത്തിലോട്ട് പോകും. അവരോട് ചെയ്യരുതെന്ന് പറഞ്ഞത് അവർ ചെയ്യും, മരണത്തിലോട്ട് പോകും അല്ലേ? എന്നാൽ ഇവിടെ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ്? ആ മരണത്തിൻ്റെ അധികാരം ആരേറ്റെടുത്തു? യേശുക്രിസ്തു ഏറ്റെടുത്തു അല്ലേ? മരണത്തിൻ്റെ അധികാരിയായ പിശാചിൽ നിന്ന് ദൈവം അത് ഏറ്റെടുത്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതാണ് പറഞ്ഞത് 3-ാം അധ്യായം, അതായത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് പറഞ്ഞ എന്താണ് പറഞ്ഞത്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും, നിന്റെ തല തകർക്കും, നീ എന്ത് ചെയ്യും? അവൻ്റെ കുതികാല തകർക്കും. അത് ബാക്കിയാണല്ലോ. ഈ കുതികാല എങ്ങനെയാണ് തകർത്തത്? അത് നമ്മൾക്ക് വരാം. കാൽവരി ക്രൂശിലോട്ട് തന്നെ വരണം. യേശുക്രിസ്തു അല്ലേ സർപ്പത്തിൻ്റെ തലയെ തകർത്തെന്ന് വെച്ചാൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചിൽ നിന്ന് ആ അധികാരം പിടിച്ചു മേടിച്ചു. എന്നിട്ട് ഇവിടെ എന്താ സംഭവിച്ചത്? അവിടെ അധികാരം എന്ന് പറയുന്നതിലോട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയാമോ? യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ യേശുക്രിസ്തുവിനെ ക്രൂശീകരണത്തിലൂടെ യേശുക്രിസ്തു മരിച്ചു അല്ലേ? മരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഈ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തൽക്കാലത്തേക്ക് പിശാചൊന്ന് ജയിച്ചു. ഒരു 3 ദിവസത്തേക്ക് പിശാചൊന്ന് ജയിച്ചു. ഓക്കെ, ഇനി അതിൻ്റെ മറ്റൊരർത്ഥത്തിൽ, പച്ചയായ ഒരു സാധാരണ അർത്ഥത്തിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ്? കുതികാൽ തകർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ 2 കാലും കൂടെ ചേർത്ത കാണി തറച്ചു അല്ലേ? അവിടെ കുതികാല അല്ലേ? കാല് വെച്ചാൽ നമ്മൾ ഓടുന്നത്. ആ ഒരു ഓട്ടത്തെ എന്ത് ചെയ്തു? അവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ ക്രൂശിൽ മരിക്കുവാൻ ആര് അനുവദിച്ചു? ആര് ഇടയാക്കി? പിശാച് ഇടയാക്കി. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരും, എന്താണ്? ഇത് ദൈവം മുൻനിർണയിച്ചതല്ലേ? ആണ്. പിതാവാം ദൈവത്തിൻ്റെ നിർണയമില്ലാതെ, പുത്രൻ്റെ എന്താ പറയുക പെർമിഷൻ ഇല്ലാതെ ഇവിടെ ക്രൂശീകരണം നടക്കത്തില്ല. ഇത് നടക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ മുൻ നിർണയമായിരുന്നു. പക്ഷേ ഇത് നടക്കാനുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ട് എത്തിച്ചതാരാ? പിശാച എത്തിച്ചത്. അത് പറയാം. അതെങ്ങനെയാണ് എത്തിച്ചത്? നമ്മൾക്കറിയാം, അന്ത്യത്താഴ സമയത്ത് അല്ലേ
ഈ യൂദായിക്ക് എന്ത് ചെയ്തു? അപ്പവും അപ്പം മുക്കിക്കൊടുത്തു അല്ലേ, വീഞ്ഞിൽ മുക്കിക്കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചേ? അവൻ്റെ ഉള്ളിലേക്ക് ആര് കയറി? പിശാച് കയറി. എന്നിട്ട് എന്താ സംഭവിച്ചേ? ഇവൻ നേരെ പോയി യേശു ക്രിസ്തുവിന് 30 വെള്ളിക്കാശിന് അങ്ങ് ഒറ്റിക്കൊടുത്തു. അങ്ങനെയാ പിന്നെ ക്രൂശീകരണം നടക്കുന്നത് അല്ലേ. അപ്പോൾ ക്രൂശീകരണം അവിടെ തൊട്ടാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പിശാച് അന്ന് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് പറഞ്ഞ നീ അവൻ്റെ കുതികാല് തകർക്കുമെന്ന് പറഞ്ഞത് താൽക്കാലികമായിട്ട്, എന്നേക്കുമല്ല, താൽക്കാലികമായിട്ട് 3 ദിവസത്തേക്ക് യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു കുതികാലൊന്ന് അവനൊന്ന് തകർത്തു. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം മരണത്തിൻ്റെ അധികാരത്തെയും പിടിച്ച് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സർപ്പം, ഈ പിശാചിൻ്റെ രൂപത്തിൽ വരുന്ന എന്താണ് ഈ ഒരു മരണത്തിൻ്റെ ശക്തിയെ നമ്മളൊന്ന് അഡ്രസ്സ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് വരാം, നമ്മളുടെ അപ്പസ്തോല പ്രവർത്തനങ്ങൾക്കകത്തോട്ട് വരാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 23-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു കാര്യം കാണുവാനായിട്ട് കഴിയും. എന്താണെന്നറിയാമോ? നമ്മുടെ പൗലോസ് എന്താണ്? പൗലോസിനെ റോമിലോട്ട് എന്താ പറയുക പിടിച്ചുകൊണ്ട് പോകുക അല്ലേ, പടയാളിയായിട്ട് എന്താ പറയുക തടവുകാരനായിട്ട് പിടിച്ചുകൊണ്ട് പോവുക. അപ്പോൾ പിടിച്ചുകൊണ്ട് പോയപ്പോൾ എന്താ സംഭവിച്ചത് നമുക്കറിയാം. അവിടെ വെച്ചിട്ട് ആൻഡ്രിയ കടലിൽ വെച്ചിട്ട് എന്താ സംഭവിച്ചത്? അവിടെ ഒരു വലിയ ചുഴലിക്കാറ്റുണ്ടായി. അവിടെ കപ്പൽ തകർന്നു അല്ലേ, തകർന്നു പോയി. അപ്പോൾ അവിടെ എന്തായിരുന്നു? അവർ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ പൗലോസിനെ കൂടെയുള്ളവരെയും തകർത്ത് കളയാൻ മെയിൻ ലക്ഷ്യമിട്ടതാരെ ദൈവത്തിൻ്റെ അഭിഷിക്തനായ പൗലോസിനെ തകർത്ത് കളയുവാൻ അവിടെ എന്താണ്? ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ മരണദൂതൻ്റെ ശക്തി അവിടെ ആഞ്ഞടിച്ചു. പക്ഷേ ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ എവിടെ നിർത്തും? കൈസരുടെ മുമ്പിൽ നിന്നെ ഞാൻ നിർത്തും. എന്ന് വെച്ചാൽ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിളിച്ചിറക്കിയ ദൈവം നിന്നെ നിർത്തേണ്ടടുത്ത് നിർത്തും. പകുതിക്ക് വെച്ചിട്ട് നിന്നെ തീർത്ത് കളയുവാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് ദൈവം മുന്നമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ വെച്ചിട്ട് കപ്പലൊക്കെ തകർന്നു. പക്ഷേ പൗലോസിന് വല്ലതും പറ്റിയോ? കൂടെയുള്ളവർക്ക് വല്ലതും പറ്റിയോ? ഒന്നും പറ്റിയില്ല. എന്നിട്ട് ഇവരെവിടെ എത്തി? മെലീത്ത ദ്വീപിലെത്തി അല്ലേ. ദ്വീപിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പിശാച് വീണ്ടും അവിടെ വെളിപ്പെട്ടു. എന്തിൻ്റെ രൂപത്തിലാണ് വെളിപ്പെട്ടെ? പാമ്പിൻ്റെ രൂപത്തിൽ, അണലിയുടെ രൂപത്തിൽ അങ്ങ് വെളിപ്പെട്ടു. അണലിയുടെ രൂപത്തിൽ വെളിപ്പെട്ടിട്ട് അവിടെ നമ്മൾക്കറിയാം ബർബരന്മാരല്ലേ തീ കാഞ്ഞ് അല്ലെ തീ കൂട്ടി അവർക്ക് തണുപ്പ് അകറ്റാൻ വേണ്ടിയിട്ട് തീയൊക്കെ കൂട്ടിയിട്ട് വന്നാലും പൗലോസ് ഒരു വിറകുപുള്ളി എടുത്തിട്ടപ്പോൾ അതിനകത്തുനിന്ന് ഒരു അണലി എന്ത് ചെയ്തു? പൗലോസിൻ്റെ കയ്യെ ചുറ്റിയത് എന്തിനാ? അവിടെയും പൗലോസിനെ തീർത്ത് കളയാനാണ്. എന്ന് വെച്ചാൽ വെള്ളത്തിൽ വെച്ചിട്ട് കപ്പൽ ഛേദം വരുത്തി തീർത്ത് കളയാൻ നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ടൊന്ന് തീർത്ത് കളയാമെന്ന് വിചാരിച്ചുകൊണ്ട് അണലി എന്ത് ചെയ്തു? കയ്യെ ചുറ്റി. അപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? അതിനെ അങ്ങ് കുടഞ്ഞു കളഞ്ഞു, തീക്കകത്തോട്ട് കുടഞ്ഞു കളഞ്ഞു. അത് നമ്മൾ ആത്മീയ അർത്ഥത്തിലോട്ട് എടുത്തു കഴിയുമ്പോൾ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിക്കകത്തോട്ട് ഇത് വീണ് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? ഈ മരണത്തിൻ്റെ ശക്തി അങ്ങ് തകർന്നു പോയി എന്ന് ചുരുക്കം. അതാണ് അതിൻ്റെ ആത്മീയ മീനിങ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പൗലോസും ഒക്കെ അവരെ എത്തേണ്ടടുത്ത് ദൈവം അവരെ എത്തിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് മരണത്തിൻ്റെ രൂപത്തിൽ വ്യാപരിക്കുന്ന സർപ്പത്തിൻ്റെ രൂപത്തിൽ വ്യാപരിക്കുന്ന ഒരു മരണശക്തി, അത് നമ്മൾ അറിയാതെ നമ്മളിലേക്ക് കടന്ന് നമ്മളുടെ കുടുംബത്തിൻ്റെ സമാധാനത്തെ കെടുത്തി, കുടുംബത്തിലെ സ്വസ്ഥതയില്ലാതാക്കി, അങ്ങനെ മരണത്തെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളുടെ കുടുംബജീവിതത്തെ തകർത്ത്, കുടുംബത്തിൻ്റെ സ്വസ്ഥതയെ തകർത്ത്, മക്കൾക്കും സമാധാനമില്ല, അപ്പനും സമാധാനമില്ല, അമ്മയ്ക്കും സമാധാനമില്ലാത്ത വിധത്തിൽ കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥതയെ തകർത്ത് ഇനി എനിക്ക് ജീവിക്കേണ്ടെന്ന് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് പ്രൗഢരായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ജയം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അങ്ങനെ വ്യാപരിച്ചു നിൽക്കുന്ന ആ ദുരാത്മശക്തിയെ യേശു ക്രിസ്തു ഇന്ന് തകർത്ത് കളയാനായിട്ട് പോകുക. മരണത്തിൻ്റെ ശക്തിയെ ദൈവം ഇന്ന് തകർത്ത് കളയുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളിത് ഏറ്റെടുക്കണം. ഇത് എന്നോട് മാത്രം പറഞ്ഞ ദൂതാണെങ്കിൽ ഞാൻ മാത്രം ഇരുന്ന് പ്രാർത്ഥിച്ചെടുക്കും. ഇത് എന്നോട് മാത്രമുള്ള ദൂതല്ല, കുറേ പേരോട്, ഇത് കേൾക്കുന്ന കുറേ പേരോടുള്ള ദൂതാണ്. ഓർക്കുക, ഈ മരണത്തിൻ്റെ പിശാച് കടന്നു വരുന്നത് എങ്ങനെയാണ്? ഇത് കുടുംബത്തിലേക്ക് കടന്നു വന്ന് ആദ്യം സ്വസ്ഥതയെ കെടുത്തി, സമാധാനത്തെ കെടുത്തി, സ്വസ്ഥതയും സമാധാനവും നശിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? രോഗം കടന്നു വരും. രോഗം കടന്നു വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സാധാരണമായിട്ട് മരണം കടന്നു വരും. 2 വിധത്തിൽ മരണം കടന്നു വരും. ഒന്ന്, നിന്നെ രോഗിയാക്കി മരണം കടന്നു വരും. 2, നിന്റെ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ ആത്മഹത്യയുടെ രൂപത്തിൽ കടന്നു വരുന്ന ദുഷ്ടപിശാച്, അതിനെ ഇന്ന് ദൈവം ഇന്ന് പൊളിക്കാൻ പോവുകയാണ്. അതിനെ ഇന്ന് ദൈവം തകർക്കുവാനായിട്ട് പോവുകയാണ്. ഇനി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? യേശുക്രിസ്തു എന്താ ചെയ്തേ? നമ്മൾ വായിച്ചു അല്ലേ, എബ്രായ ലേഖനത്തിലും ഹീബ്രു 2:14 നമ്മൾ പറഞ്ഞു യേശുക്രിസ്തു എന്താണ്? ക്രൂശിലെ മരണത്താൽ ഈ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ നീക്കി അല്ലെ, അവനിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തു. അപ്പോൾ ഈ മരണത്തിൻ്റെ അധികാരം ഇപ്പോൾ ആരുടെ കയ്യിലായിരിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ കരത്തിലായിരിക്കുന്നത്, പിശാചിൻ്റെ കരത്തിലല്ല ഇരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ എന്താണ് അടുത്ത് നമ്മൾ കൊളേഷ്യൻസ് അല്ലെ 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം പിശാച് അല്ലെ, മരണത്തിൻ്റെ അധികാരിയായ പിശാച് ആ അധികാരത്തെ എന്ത് ചെയ്തു? അതിൻ്റെ ആയുധവർക്കം താഴെ വെപ്പിച്ചിട്ട്
ദൈവം എന്ത് ചെയ്തു? അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഓർക്കുക, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ പിശാചിനെ എന്നേക്കുമായിട്ട് തകർത്തോ? ഇല്ല. അവൻ്റെ അധികാരത്തെ ദൈവം പിടിച്ചു മേടിക്കുക ചെയ്തത്, അല്ലേ? ഈ മരണത്തിൻ്റെ അധികാരിയായ പിശാചിൽ നിന്ന് അധികാരം പിടിച്ചു മേടിക്കുക ചെയ്തത്. ഇവനെ തകർത്തിട്ടില്ല, അല്ലേ? ഇതിനെ എപ്പോഴാണ് തകർക്കുന്നത്? ഇതിനെ അന്ത്യ നാളിലെ യുദ്ധത്തിൽ വിശുദ്ധന്മാരും ദൈവവും ചേർന്നല്ലേ കുഞ്ഞാട് ഒലിവുമലയിൽ വന്ന് ഒരു യുദ്ധമുണ്ട്, അവസാന വിശുദ്ധ യുദ്ധമുണ്ട്. ആ യുദ്ധത്തിലാണ് പിശാചിൻ്റെ അധികാരത്തിലിരിക്കുന്ന ഈ ലൂസിഫറിനെയും കൂട്ടരെയും ദൈവം എന്ത് ചെയ്യുന്നത്? തകർക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെഫറൻസ് ഞാൻ തരാം. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴാക്കും. എന്ന് വെച്ചാൽ പിശാച് ഇന്നും എന്താണ്? അവൻ്റെ ആയുധവും പിടിച്ചുകൊണ്ട് അവൻ നടക്കുന്നുണ്ട്, പക്ഷെ അധികാരമില്ല. എന്ന് വെച്ചാൽ അവൻ്റെ ആയുധത്തിന് എന്തില്ല? മൂർച്ചയില്ല. അത് അവൻ എന്താണ്? ആ അധികാരവും പിടിച്ചുകൊണ്ട് അവൻ നടക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒറിജിനൽ അധികാരം ആരുടെ അടുത്താണ്? യേശുക്രിസ്തുവിൻ്റെ കരത്തിലാണ്. അപ്പോൾ പൈശാചിക മണ്ഡലം മരണത്തിൻ്റെ രൂപത്തിൽ വ്യാപരിച്ചു നടക്കുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വ്യാപരിച്ചു നടക്കുന്ന ഈ പൈശാചിക മണ്ഡലത്തെ തകർത്ത് ദൈവം നമ്മൾക്ക് ജയം തരുവാനായിട്ട് പോവുകയാണ്. കാരണം മരണത്തിൻ്റെ അധികാരി ആരാണ്? യേശുക്രിസ്തുവാണ്, അല്ലേ? ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മളിത് നിസ്സാരമായി കാണരുത്, വളരെ ശക്തിയോടെ പ്രാർത്ഥിക്കുക. കുടുംബത്തിനകത്ത് ഒന്നെന്ത് വേണം? സമാധാനം വേണം. അപ്പനും അമ്മയ്ക്ക് സമാധാനമില്ലെങ്കിൽ മക്കൾക്ക് സമാധാനം ഉണ്ടാകുമോ? ഇല്ല. സമാധാനം വേണം. കുടുംബത്തിനകത്ത് സമാധാനം വേണം. സമാധാനത്തിന് വിരോധമായി വ്യാപരിക്കുന്നതിനെ ദൈവം തകർക്കണം, അല്ലെ? സമാധാനത്തിന് വിരോധമായി വ്യാപരിച്ചു പോരടിച്ച് നിൽക്കുന്ന സർപ്പശക്തിയെ ദൈവം തകർത്തു മാറ്റുകയാണ്. ആ സർപ്പശക്തിയെ തകർക്കണം. അതിനെ തകർത്തിട്ട് എന്താണ്? നമ്മൾക്ക് ജയം തരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. രണ്ടാമത് ഈ അണലി, അല്ലെ? അണലിയെ തകർത്തത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ അത് തകർന്നു പോയത്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി, അഭിഷേകത്തിൻ്റെ നിറവിലോട്ട് നമ്മൾ വരണം. നമ്മൾ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. എന്നിട്ട് എന്താണ്? നമ്മൾ ഉപവാസത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അങ്ങ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയുമ്പം ഈ മരണദൂതൻ്റെ ശക്തി അല്ലെങ്കിൽ ഈ അണലി ശക്തി അങ്ങ് തകർന്നു പോകും. ഈ പൈശാചിക മണ്ഡലം അല്ലെങ്കിൽ ഈ സർപ്പശക്തി തകർന്നു പോകും. ചില സർപ്പശക്തികളെ ദൈവം അങ്ങ് തകർത്ത് കളയും. എന്നിട്ട് തകർത്ത് കളഞ്ഞിട്ട് നിത്യജീവൻ എന്ത് ചെയ്യും? നമ്മളുടെ കുടുംബങ്ങളിൽ, നമ്മളുടെ തലമുറകളുടെ മേൽ, നമ്മളുടെ ജീവിത പങ്കാളികളുടെ മേൽ, നമ്മളുടെ മേൽ, നമ്മളുടെ സഹോദരങ്ങളുടെ മേൽ, നമ്മളുടെ കുടുംബത്തിൻ്റെ മേൽ, മാതാപിതാക്കന്മാരുടെ മേലൊക്കെ എന്താണ്? ഈ സമൃദ്ധിയായ ജീവൻ ദൈവം എന്ന് പകരുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനൊരു വചനം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ വചനം നിങ്ങളങ്ങ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. അത് മറ്റൊന്നുമല്ല, ലൂക്കായുടെ സുവിശേഷം നമ്മൾക്കൊക്കെ അറിയാം. 10-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഇനി അവയൊന്നും ഒരിക്കലും നിങ്ങൾക്ക് എന്ത് വരുത്തത്തില്ല? ദോഷം വരുത്തത്തില്ല. ഞാൻ ഒന്നും കൂടെ വായിക്കാം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഇനി അത് POC ബൈബിളിലോട്ട് വന്നു കഴിയുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മരണദൂതൻ്റെ ശക്തിയൊക്കെ തകർത്തുകളെയും ശത്രുവിൻ്റെ സകല ആയുധങ്ങളെയും അവൻ്റെ സകലത്തെയും തകർത്തുകളയാനുള്ള അധികാരം ദൈവം നമ്മൾക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ അധികാരം എന്ത് ചെയ്യണം? നമ്മളങ്ങ് പ്രയോഗിക്കണം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞതിനെ നമ്മൾ ശാസിക്കണം. ആ മരണത്തിൻ്റെ ശക്തി തകർന്നു മാറുവാൻ നമ്മളതിനെ ശാസിച്ച് അതിന്മേൽ നമ്മൾ ജയമെടുക്കണം. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എന്താണ്? നിങ്ങൾക്കിതൊരിക്കലും എന്താണ്? ഒരു ദോഷവും ഒരിക്കലും വരുത്തത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പിശാച് നമ്മൾക്ക് ഒരു ദോഷവും ഒരിക്കലും വരുത്തത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വചനം പറഞ്ഞു മറക്കണ്ട. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ഇത് പറഞ്ഞ് നമ്മളങ്ങ് പ്രാർത്ഥിച്ച് വചനം പറഞ്ഞ് ഉപവസിച്ച് ആ വിഷയത്തിന്മേൽ നമ്മൾ ജയം ഏറ്റെടുക്കണം. ചില മരണദൂതൻ്റെ ശക്തികളെ നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ ഉപായത്തിൽ നമ്മളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ആ സർപ്പശക്തി, സർപ്പത്തിൻ്റെ രൂപത്തിൽ കടന്നു വരുന്ന ആ പാമ്പിൻ്റെ ശക്തി, ആ മരണത്തിൻ്റെ ശക്തിയെ ദൈവം തകർത്ത് നമ്മൾക്ക് ജയം തരുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.